السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. الله أكبر الله أكبر الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ തൗഫീഖിനാൽ ഒരു ബലി പെരുന്നാളിൻ്റെ സുദിനത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ മുസ്ലിമീങ്ങൾക്ക്, അവൻ്റെ നല്ലവരായ അടിമകൾക്ക് വർഷത്തിൽ 2 ആഘോഷങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആ 2 ആഘോഷങ്ങളും, ഒന്ന് ചെറിയ പെരുന്നാൾ, രണ്ടാമത്തേത് ബലിപെരുന്നാൾ. ഇസ്ലാമിലെ ആഘോഷങ്ങളെന്ന് പറഞ്ഞാൽ ആരാധനകളാണ്. ആരാധനകൾക്ക് ശേഷമുള്ള മഹത്തായ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സന്തോഷിക്കാനുള്ള അവസരമാണ്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരുമുള്ളത് അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസത്തിലാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹർ. തീർച്ചയായും അല്ലാഹുവിൻ്റെ അടുക്കൽ ദിവസങ്ങളിൽ ഏറ്റവും മഹത്തരമായ ദിവസമെന്നത് യൗമുൻ നഹർ അഥവാ ഈദിൻ്റെ ദിവസമാണ്, അറവിൻ്റെ ദിവസമാണ്. സുമ്മ യൗമുൽ ഖർ, ശേഷം അയ്യാമു തശ്രീഖിൻ്റെ ആദ്യത്തെ ദിവസം അഥവാ സഹോദരങ്ങളെ ദുൽഹിജ്ജ 10-ഉം ദുൽഹിജ്ജ 11-ഉമാണ് അവിടെ ഉദ്ദേശമെന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചു തന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ സന്തോഷത്തിൻ്റെ സുദിനത്തിലാണ് നാം ഓരോരുത്തരുമുള്ളത്. ഈ അവസരത്തിൽ സഹോദരങ്ങളെ, ബലിപെരുന്നാൾ എന്ന് പറയുമ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹജ്ജിൻ്റെ മഹത്തായ ഇബാദത്തുകൾക്ക് ശേഷമുള്ള യൗമുൻ നഹർ, അറവിൻ്റെ ദിവസം, അതുപോലെ ഹാജിമാരല്ലാത്തവർ ഈദ് ആഘോഷിക്കുന്ന ദിവസം. പ്രിയമുള്ളവരെ, ഈ ദിവസത്തിൽ പലപ്പോഴും നമ്മളെല്ലാവരും പറയാറുള്ള, മെസ്സേജുകളിൽ എഴുതാറുള്ള വാക്കുകളാണ് ത്യാഗ സ്മരണകളുടെ ഓർമ്മകൾ അയവറിക്ക് കൊണ്ടുള്ള ഒരു പെരുന്നാൾ. പ്രിയമുള്ളവരെ, എന്താണ് ആ ത്യാഗ സ്മരണ? ആരാണ് ആ ത്യാഗം അനുഭവിച്ച പ്രവാചകൻ? മഹാനായ
ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അള്ളാഹുവിൻ്റെ ഖലീൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് തൗഹീദിൻ്റെ ഇമാമാണ്. നമുക്കറിയാം പ്രിയമുള്ളവരെ, മഹത്തായ ഹജ്ജു കർമ്മങ്ങളിലേക്ക് നോക്കിയാൽ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ മുഴങ്ങി നിൽക്കുന്നത്, മുഴച്ചു നിൽക്കുന്നത്, ഉയർന്നു നിൽക്കുന്നത് തൗഹീദിൻ്റെ വാക്കുകളാണ്, തൗഹീദാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി തക്ബീർ ധ്വനികൾ മുഴക്കിയിട്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ ഈ നിസ്കാരത്തിനായി വന്നിട്ടുള്ളത്. ആ നിസ്കാരത്തിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ള, നമ്മൾ ഉരുവിട്ടിട്ടുള്ള ആ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എന്താണ് പ്രിയമുള്ളവരെ ആ വാക്ക്? അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അത് ആവർത്തിച്ചു പറയുകയാണ്, റബ്ബാണ്, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. എന്തുകൊണ്ടെന്നാൽ ആ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ, അതിനെ നിയന്ത്രിക്കുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ഒരു റബ്ബുമില്ല. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. ഏതൊരുവനാണോ ആകാശഭൂമികൾ സൃഷ്ടിച്ചത്, ഏതൊരുവനാണോ നമ്മെ സൃഷ്ടിച്ചത്, ഏതൊരുവനാണോ ഈ പ്രപഞ്ചത്തിലെ മുഴുവനും സൃഷ്ടിച്ചത്, ആ സട്ടാവായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിന്റെ സാരം. അഥവാ പ്രിയമുള്ളവരെ, അല്ലാഹു അല്ലാത്ത മറ്റൊരാൾക്കും ആരാധനകൾക്ക് അർഹതയില്ല എന്നാണ് ആ മഹത്തായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വീണ്ടും പറയുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ, ഏറ്റവും വലിയവൻ. അവനേക്കാൾ വലിയവനായിട്ടുള്ള, അവനേക്കാൾ ഉന്നതനായിട്ടുള്ള, അവനേക്കാൾ മഹത്തരമായിട്ടുള്ള, മഹത്വമുള്ള ഒരാളും തന്നെ ഇല്ല പ്രിയമുള്ളവരെ. അതാണ് നാം ഉരുവിടുന്ന തക്ബീറിന്റെ സാരം, അതാണ് നാം ഉരുവിട്ട തക്ബീറിന്റെ ഉള്ളടക്കം. ആ തക്ബീർ ധ്വനികൾ, അതുപോലെ തന്നെ തൽബിയത്തിന്റെ വചനം, ഇതെല്ലാം ഉരുവിട്ടുകൊണ്ടാണ് ഹജ്ജിന്റെ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹജ്ജിന്റെ പല ആരാധനകളുടെ സന്ദർഭത്തിലും മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഓർമ്മകൾ അവിടെ അയവിറക്കുന്നുണ്ട്. മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ് പ്രിയമുള്ളവരെ? ആ പ്രവാചകൻ. എന്താണ് ആ പ്രവാചകന്റെ ത്യാഗസമ്പൂർണമായ ജീവിതം? അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും പേരെടുത്തു പറഞ്ഞ ഒരു നാമമാണ്, ഒരു പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു പറഞ്ഞു, വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ് വഹുവ മുഹ്സിൻ വത്തബഅ മില്ലത ഇബ്രാഹിം ഹനീഫാ. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി തൻ്റെ മുഖത്തെ സമർപ്പിച്ചുകൊണ്ട്, അഥവാ തൻ്റെ സ്വന്തത്തെ സമർപ്പിച്ചുകൊണ്ട് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത് പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിന് കീഴൊതുങ്ങുന്നത്, അവനേക്കാൾ നല്ലവനായ ആരാണുള്ളത്? പ്രിയമുള്ളവരെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത്, ആ മില്ലത്തിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, മില്ലത അബീകും ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത്, അഥവാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദർശം, ആ ആദർശത്തിൽ ഒന്നാമതായി ഉയർന്നു നിൽക്കുന്നത് പ്രിയമുള്ളവരെ തൗഹീദ് തന്നെയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ത്യാഗസമ്പൂർണമായ ജീവിതത്തിൽ, അവിടുത്തെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അള്ളാഹു പല രൂപത്തിൽ അവിടുത്തെ പരീക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, വഇദ്ബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാതിൻ. ഇബ്രാഹിമിനെ തന്റെ റബ്ബ് ഒരുപാട് വ്യത്യസ്തങ്ങളായ വാക്കുകൾ കൊണ്ട് പരീക്ഷിക്കുകയുണ്ടായി. ഫഅതമ്മഹുൻ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതെല്ലാം പൂർത്തീകരിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, അവിടുത്തെ തുടക്കം തന്നെ അള്ളാഹു നമ്മെ അറിയിക്കുകയാണ്. അവിടുത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയായി, റസൂലായി, അള്ളാഹുവിന്റെ ഖലീലായി തിരഞ്ഞെടുത്തതിന് ശേഷം അതാ വരുന്നു ആദ്യത്തെ പരീക്ഷണം. അദ്ദേഹം തൻ്റെ പിതാവിന് പ്രബോധനമായി ചെല്ലുകയാണ്. അള്ളാഹു അല്ലാത്ത പലതിനെയും ആരാധിച്ചുകൊണ്ടിരുന്ന, ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും കല്ലുകളെയും മരങ്ങളെയും ആകാശങ്ങളെയും അതുപോലെ ഭൂമിയെയും നക്ഷത്രങ്ങളെയും തുടങ്ങി പലതിനെയും ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് ഒറ്റയാൾ പോരാട്ടവുമായി
ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇറങ്ങി വരുന്നത്. അവിടുന്ന് പറഞ്ഞു ഇദ് ഖാല ലി അബീ, അവിടുന്ന് തന്റെ പിതാവിനോട് പറഞ്ഞു യാ അബതി, എന്റെ പൊന്നുപ്പ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. കേൾക്കാത്ത, കാണാത്ത, മിണ്ടാത്ത, നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യാത്ത ഈ ബിംബങ്ങളെ, വിഗ്രഹങ്ങളെ, ഈ ആരാധ്യ വസ്തുക്കളെ വാപ്പാ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? യാ അബതി, വീണ്ടും വിളിക്കുന്നു പൊന്നുപ്പ, ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക്, താങ്കൾക്ക് വന്നു കിട്ടിയിട്ടില്ലാത്ത അള്ളാഹുവിൽ നിന്നുള്ള ഒരു അറിവ് എനിക്ക് വന്നു കിട്ടിയിട്ടുണ്ട് വാപ്പാ, അതുകൊണ്ട് താങ്കൾ എന്തിനാണ് ഇതിനെ ആരാധിക്കുന്നത് എന്ന് ചോദിച്ചു. ഫത്തബിഅനി, അതുകൊണ്ട് താങ്കൾ എന്നെ പിൻപറ്റുക. അഹ്ദിക സിറാതൻ സവിയ, നേരായ റബ്ബിലേക്കുള്ള മാർഗത്തിലേക്ക് ഞാൻ നിങ്ങളെ വഴി നടത്താമെന്ന് പറഞ്ഞു. അതാ വരുന്നു പരീക്ഷണം. വാപ്പ പറയുന്നു ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം, ഇബ്രാഹിമേ, പരമ്പരാഗതമായി നമ്മൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇലാഹുകളെ, ഈ കാണുന്ന ബിംബങ്ങളെ, വിഗ്രഹങ്ങളെ നീ അതിനോട് വിമുഖത കാണിക്കുകയാണോ? അതിനെ നീ ആക്ഷേപിക്കുകയാണോ? അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണോ? ലഇല്ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ, നീ വർത്തമാനം, നീ ഈ പ്രബോധനം, നീ പറയുന്ന വാക്കുകൾ നിർത്തിയില്ലെങ്കിൽ നിന്നെ ഞാൻ കല്ലെറിഞ്ഞോടിക്കുമെന്ന് പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, ആദ്യമായതാ വാപ്പയിൽ നിന്ന്, പിതാവിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് അവിടത്തേക്ക് പരീക്ഷണം വന്ന് ഭവിക്കുകയാണ്. അള്ളാഹു പറഞ്ഞതുപോലെ ഫഅതമ്മഹുൻ, ആ വാക്കുകളിൽ കല്ലെറിഞ്ഞോടിക്കും എന്ന് പറഞ്ഞപ്പോഴും അവിടുന്ന് ചൂളിയില്ല. അവിടുന്ന് സത്യസന്ധമായി റബ്ബിനോട് ഏറ്റെടുത്ത കരാറ് പ്രകാരം അതാ അവിടുന്ന് പ്രബോധനത്തിലാണ്. അവിടുന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു, അവിടുന്ന് നിർത്താൻ തയ്യാറായിരുന്നില്ല. പ്രിയമുള്ളവരെ, ത്യാഗസ്മരണകളുടെ ഓർമ്മകൾ അയവിറക്കുമ്പോൾ നമ്മൾ പഠിച്ച, നാം പ്രവർത്തിച്ച ഇസ്ലാമിന്റെ നിയമങ്ങൾ, ഇസ്ലാമിലെ നിയമനിർദ്ദേശങ്ങൾ, അതിലെ തൗഹീദ് എന്ന ഒന്നാമത്തെ കാര്യം, അത് പറയാൻ ഇന്നും പലർക്കും മടിയാണ്. കുടുംബത്തോട് ദീനിന്റെ കാര്യം ഉപദേശിക്കാൻ മടിയാണ്. നാലാളുകൾ കൂടുന്ന സ്ഥലത്ത് ഞാൻ മാത്രം ഒരു ദീനുമായി നടക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞ് അപകർഷതാബോധത്തോടെ തിരിഞ്ഞു നടക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, യുവാക്കളെ, ഇതാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ത്യാഗസമ്പൂർണമായ പ്രബോധനം അവിടുന്ന് നിർത്തിയില്ല. വാപ്പയോട് പറഞ്ഞുകൊണ്ടിരുന്നു. അതാ സഹോദരങ്ങളെ, അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ആ നാട്ടിലെ നാട്ടുകാർ മുഴുവനും, ആ നാട്ടിലെ ഭരണകൂടം വരെ, രാജാവ് വരെ അവിടത്തോട് എതിർത്ത് നിന്നിട്ടും അവിടുന്ന് പിന്മാറാൻ തയ്യാറായില്ല. അതാ അവിടുത്തെ ആ നാട്ടുകാർ, ആ ഭരണകൂടം തീക്കുണ്ടത്തിൽ വലിച്ചെറിയാൻ ആജ്ഞാപിക്കുകയാണ്, ഉത്തരവിടുകയാണ്. എന്നിട്ടും അവിടുന്ന് ചൂളിപ്പോയില്ല. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ആ ആളുകൾ പറഞ്ഞു ഹർരിഖൂ, ഇബ്രാഹിമിനെ കത്തി കരിച്ചേക്കുക, കത്തി ചാമ്പലാക്കിയേക്കുക. വൻസുറു ആലിഹതക്കും, നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക, അതിനെ സഹായിക്കുകയും ചെയ്യുക. അഥവാ ആ ഇലാഹുകളെ ആരാധിക്കപ്പെടാൻ വേണ്ടിയുള്ള ഈ പ്രബോധനം നിർത്തുവാൻ വേണ്ടി നിങ്ങൾ ഇബ്രാഹിമിനെ കത്തിച്ചു കളയുക എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് കത്തിജ്വലിക്കുന്ന തീ, ആ തീയെ കുറിച്ച് പ്രിയമുള്ളവരെ തഫ്സീറുകളിൽ കാണാം, അതിനു മുമ്പോ അതിനു ശേഷമോ അതുപോലെ ഒരു തീക്കുണ്ടം ഭൂമുഖത്തുണ്ടായിട്ടില്ല എന്നാണ്. നേരെ കൊണ്ടുപോയി തീയിലേക്ക് വെക്കുകയല്ല ചെയ്തത്, മറിച്ച് അതാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ദൂരെ നിന്നവർ വലിച്ചെറിയുകയാണ് ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽനാ, നമ്മൾ പറഞ്ഞു, നാം പറഞ്ഞു, യാ നാറു, അല്ലയോ തീയെ, കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, തീയിനോട് അല്ലാഹു ആജ്ഞാപിക്കുന്നു, കൂനി ബർദൻ വസലാമ, തണുപ്പും സംരക്ഷണവുമായി തീരുക, അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന് അലൈഹിസ്സലാം. സഹോദരങ്ങളെ, പരീക്ഷണങ്ങൾ വന്നപ്പോൾ, പ്രതിസന്ധിയിലായപ്പോൾ, തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ഹസ്ബി അല്ലാഹ് എന്നാണ്. ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ, എനിക്ക് എൻ്റെ റബ്ബ് മതി, ഭരമേൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പരീക്ഷണങ്ങൾ ഉണ്ടാകും. പരീക്ഷണത്തിന്റെ കേന്ദ്രമാണ് ദുനിയാവ്. അതുകൊണ്ട് വ്യത്യസ്ത രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. സ്വത്ത് കൊണ്ടും, സമ്പത്ത് കൊണ്ടും, ശരീരം കൊണ്ടും, രോഗം കൊണ്ടും, ഉറ്റവരുടെ വേർപാട് കൊണ്ടും, പട്ടിണി കൊണ്ടും, അങ്ങനെ അല്ലാഹു ശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളും വന്നു ഭവിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആ പരീക്ഷണങ്ങളിലെല്ലാം പതറിപ്പോകാതെ എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് പറയാനുള്ള
ആർജവമാണ് ത്യാഗസ്മരണകളുടെ ഓർമ്മകൾ അയവിറക്കുമ്പോൾ ഈ ബലിപെരുന്നാളിന്റെ സുദിനത്തിൽ നമുക്ക് ലഭിക്കേണ്ടത്. ജീവിതത്തിലുള്ള വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളുടെ ഘട്ടങ്ങളിൽ ഒരു ജാറങ്ങളിലും പോയി അഭയം തേടുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ഒരു ബാവമാരുടെ അരികിലേക്കും ഒരു ബീവിമാരുടെ അരികിലേക്കും ഒരു തങ്ങന്മാരുടെ അരികിലേക്കും എൻ്റെ ആവശ്യവുമായി ഞാൻ ചെല്ലുകയില്ല എന്ന് പറയാനുള്ള ആർജവമാണ് ഈ സുദിനത്തിൽ ത്യാഗസമ്പൂർണമായ ഓർമ്മകൾ അയവിറക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടത്. പ്രിയമുള്ളവരെ, നാട്ടുകാർ ഒറ്റപ്പെടുത്തിയപ്പോൾ, തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ മുൻകഴിഞ്ഞ ഒരു നബിയെയും ഒരു പ്രവാചകനെയും വിളിച്ചില്ല. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കുകളുടെ നേതാവിനെ വിളിച്ചില്ല. മറിച്ച് പറഞ്ഞ വാക്ക് ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി എന്നാണ്. ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, ഒരു പ്രയാസം വരുമ്പോൾ, ഒരു ദുഃഖം വരുമ്പോൾ, ഒരു വിഷമം വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന, അതല്ലെങ്കിൽ ഷിർക്കിന്റെ കേന്ദ്രങ്ങളിൽ പോയി അഭയം തേടുന്ന, അതല്ലെങ്കിൽ ദീൻ ഒഴിവാക്കുന്ന ആളുകൾക്ക് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ പാഠമുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അവസാനിച്ചോ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ നാട് വിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പുറപ്പെടുകയാണ്. പിതാവിനെയും കുടുംബത്തെയും നാട്ടുകാരെയും ഉപേക്ഷിച്ചുകൊണ്ട് അവിടുന്ന് പുറപ്പെട്ടു പോവുകയാണ്. അങ്ങനെ ഹാജർ എന്ന പ്രിയ പത്നിയെയും കൈക്കുഞ്ഞായ ഇസ്മായിലിനെയും എടുത്തുകൊണ്ട് ഇന്ന് മക്ക സ്ഥിതി ചെയ്യുന്ന ആ വിശാല വിസ്തൃതമായ മരുഭൂമിയിൽ കൊണ്ടുപോയി അവരെ നിർത്തുകയാണ്. എന്നിട്ട് അവിടുന്ന് തിരിഞ്ഞു നടക്കുകയാണ്. അവിടുന്ന് അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ, അള്ളാഹുവേ, ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം. നിന്റെ ഭവനത്തിന്റെ അരികിൽ റബ്ബേ, ഒരു മരീചിക പോലുമില്ലാത്ത, ഒരു കൃഷി പോലുമില്ലാത്ത, ഒരു മരം പോലുമില്ലാത്ത, ഒന്നുമില്ലാത്ത ഈ സ്ഥലത്തിതാ എൻ്റെ മക്കളെ, എൻ്റെ സന്താനങ്ങൾ, എൻ്റെ കുടുംബത്തെ ഞാനിതാ വിട്ടേച്ചു പോവുകയാണ്. അവിടുന്ന് തിരിഞ്ഞു നടക്കുകയുണ്ടായി. പിന്നാലെ ഹാജർ ചെല്ലുന്നു, ഇബ്രാഹിം എന്ന് വിളിച്ചുകൊണ്ട്. എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത് എന്ന് വിളിച്ചുകൊണ്ട് ഹാജർ ഭാര്യ പിന്നാലെ പോവുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തിരിഞ്ഞു നോക്കാതിരുന്നപ്പോൾ പത്നി ഹാജർ ചോദിക്കുകയുണ്ടായി, അല്ലാഹു അമറക ബിഹാദ, അള്ളാഹുവാണ് ഇത് കൽപ്പിച്ചത് താങ്കളോട്? ഞങ്ങളെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ അള്ളാഹു കൽപ്പിച്ചതാണോ ഇബ്രാഹിം? അദ്ദേഹം പറഞ്ഞു, നഅം, അതെ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. ഹാജറിന്റെ വാക്ക് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. ഇദൻ ലാ യുദയ്യിഉനാ, എങ്കിൽ അങ്ങ് പോയിക്കോളൂ, അള്ളാഹു ഞങ്ങളെ കൈയൊഴിയുകയില്ല, താങ്കൾക്ക് പോവാം എന്ന് പറഞ്ഞ് ഭർത്താവിന് സമ്മതം കൊടുക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, അള്ളാഹു കൽപ്പിച്ചതാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് മറുപടി കിട്ടിയപ്പോൾ പിന്നെ രണ്ടാമതൊരു വർത്തമാനം പറയാത്ത ഹാജറിന്റെ ചരിത്രം ഈ കാലഘട്ടത്തിൽ, ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, ഭാര്യമാരെ നാം ഓർക്കേണ്ടതുണ്ട്. അള്ളാഹു പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം, ഒരു ദീനിലെ ഒരു നിയമം പറയുമ്പോൾ എനിക്ക് സൗകര്യമില്ല എന്ന് പറയുന്ന, എൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന, കാലഘട്ടത്തിന് അനുയോജ്യമല്ല എന്ന് പറയുന്ന യുവാക്കളും യുവതികളും അതുപോലെ ഭാര്യമാരും ഉമ്മമാരും ശ്രദ്ധിക്കുക. ഹാജറിന്റെ ചരിത്രം ഏതാണ്? ത്യാഗസമ്പൂർണമായ ജീവിതം ഇതാണ്. അള്ളാഹു കൽപ്പിച്ചോ, എനിക്കത് മതി. അള്ളാഹു പറഞ്ഞോ, പിന്നെ രണ്ടാമതൊരു വർത്തമാനമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ നോക്കൂ, ഹാജറിന്റെ ചരിത്രത്തിൽ നമുക്ക് പാഠമുണ്ട്. നമുക്ക് ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാം. അദ്ദേഹം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കടന്നുപോയപ്പോൾ ആകെ ഉണ്ടായിരുന്ന ഒരൽപ്പം വെള്ളവും ഏതാനും കാരക്കുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തീർന്നപ്പോൾ പിന്നീടൊന്നുമില്ലാതെ കുഞ്ഞ് കരയുകയാണ്. ഹാജർ സഫാ കുന്നിന്റെ മുകളിലേക്ക് ചെന്നു. അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. തിരിച്ചതേപോലെ മറുവയുടെ മുകളിലേക്കും കയറി. അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ആരോരുമില്ലാത്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനെ അയച്ചുകൊണ്ട് സംസം എന്ന വെള്ളം, അതിന്റെ ഉറവ പൊട്ടിച്ചു കൊടുക്കുകയാണ്. 7 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാജർ നടന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഫദാലിക സഅയുൻ നാസി ബൈനഹുമാ. അതാണ് ഹജ്ജിന്റെയും ഉംറയുടെയും വേളയിൽ ഹാജിമാർ സഅയ് നടത്തുന്ന ആ ഓർമ്മകൾ, അതിന്റെ ഓർമ്മകൾ അയവിറക്കുന്നതാണ് പ്രിയമുള്ളവരെ സഅയ് എന്ന ആ അങ്ങോട്ടും ഇങ്ങോട്ടും സഫയുടെയും മറുവയുടെയും ഇടയിലുള്ള നടത്തം. പ്രിയമുള്ളവരെ, ആ സന്ദർഭത്തിൽ ഹാജർ മുൻകഴിഞ്ഞ ഒരു പ്രവാചകനെയും വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല. മറിച്ച് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് റബ്ബ് കൈയൊഴിയുകയില്ല എന്ന
ആദർശത്തിന്റെ അചഞ്ചലമായ വിശ്വാസമാണ് അവരവിടെ നിൽക്കാൻ പ്രേരിപ്പിച്ചത്. പ്രിയമുള്ളവരെ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രയാസം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ റബ്ബിലേക്ക് കൈ ഉയർത്താനും ആ റബ്ബിനോട് മാത്രം ദുആ ചെയ്യാനും അവന്റെ കാരുണ്യം പ്രതീക്ഷിക്കുവാനും നമുക്ക് സാധിക്കണം. അതാ അല്ലാഹു കൊടുത്തില്ലേ. പ്രിയമുള്ളവരെ, ക്ഷമിച്ചാൽ, സഹിച്ചാൽ, റബ്ബിൽ പ്രതീക്ഷ അർപ്പിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് ഇതുപോലെയാണ്. പ്രിയമുള്ളവരെ, തീർന്നില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലുള്ള മറ്റൊരു ഗുണപാഠമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ മകന്റെ കാര്യത്തിൽ പരീക്ഷിക്കുകയുണ്ടായി. അല്ലാഹു റബ്ബുൽ ആലമീൻ ജീവിതത്തിന്റെ പ്രായം അങ്ങോട്ടെത്തിയപ്പോൾ അവസാനത്തെ സന്ദർഭത്തിലാണ് ഒരു കുഞ്ഞിനെ നൽകിയത്. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ കുഞ്ഞ് വാപ്പയുടെ കൈപിടിച്ച് നടക്കാനായപ്പോൾ ഏതൊരു പിതാവിനും മകനോട് നല്ല വാത്സല്യവും സ്നേഹവും തോന്നുന്ന ആ സന്ദർഭമായപ്പോൾ അല്ലാഹു അതാ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൽപ്പിക്കുകയാണ്, മകനെ അറുക്കണം, അള്ളാഹുവിന് വേണ്ടി ബലിയറുക്കണം. മൃഗത്തെയെല്ലാം മകനെയാണ് അറുക്കാൻ പറഞ്ഞത്. അതാ വാപ്പ ചെല്ലുന്നു, മകനോട് ചോദിക്കുകയാണ്, മോനെ ഇന്നി അറാഫിൽ മനാമി, മോനെ ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചിരിക്കുന്നു. അഥവാ നബിമാരുടെ സ്വപ്നം എന്നത് അള്ളാഹുവിന്റെ വഹ്യാണ്. സ്വപ്നത്തിൽ ദർശിച്ചിരിക്കുന്നു, അന്നി അദ്ബഹുക, മോനെ നിന്നെ അറുക്കാനാണ് അള്ളാഹുവിന്റെ കൽപ്പന. ഫൻദുർ മാദാ തറ, മോനെ എന്താണ് നിന്റെ അഭിപ്രായം? പ്രിയമുള്ളവരെ, വാപ്പ വന്നിട്ട് മകനോട് ദീനിന്റെ അള്ളാഹുവിന്റെ വഹയിനെ കുറിച്ച്, ഒരു കൽപ്പനയെ കുറിച്ച് ചോദിക്കുകയാണ്. ഇന്നത്തെ മക്കളോട് ഒരു പിതാവ് ചോദിക്കുകയാണ്, മോനെ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? ഇന്നത്തെ നമ്മുടെ മക്കളോട്, യുവതലമുറയോട് മോനെ അള്ളാഹു നിന്നെ അറുക്കണമെന്ന് പറഞ്ഞാൽ മക്കൾ തിരിച്ചു പറയും, വാപ്പ നിങ്ങളാണ് ആദ്യം അറുക്കേണ്ടതെന്ന് പറയും. മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം പറയുകയാണ്, യാ അബതി ഫഅൽ, എൻ്റെ പൊന്നു വാപ്പ അങ്ങ് പ്രവർത്തിച്ചാലും, മാ തുഅ്മർ, താങ്കളോട് കൽപ്പിക്കപ്പെട്ട കാര്യം, സതജുദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ എന്നെ നിങ്ങൾക്ക് കണ്ടെത്താം. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ആ പറഞ്ഞത്? വാപ്പ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ മകൻ കാണുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർത്തീകരിച്ച പിതാവായിട്ടാണ്, അള്ളാഹുവിനെ അനുസരിക്കുന്ന പിതാവായിട്ടാണ്, അള്ളാഹുവിന് കൃത്യമായി ജീവിതം സമർപ്പിച്ച പിതാവായിട്ടാണ് വാപ്പയെ മകൻ കണ്ടത്. അതുകൊണ്ടാണ് മകൻ പറയുന്നത്, എനിക്ക് സമ്മതമാണ് വാപ്പ, ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ എന്നെ താങ്കൾക്ക് കാണാം, അതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ചതുപോലെ താങ്കൾ പ്രവർത്തിച്ചോളൂ. ഇന്നത്തെ മക്കൾ തിരിച്ചു പറയുന്നത്, പ്രിയമുള്ളവരെ, നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണത്താലാണ്. സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം വാപ്പ മക്കളോട് പറയുമ്പോൾ ഇതേ വാപ്പ തന്നെ മണിക്കൂറുകളോളം അതിൻ്റെ മുന്നിൽ കുത്തിയിരിക്കുകയാണ്. ഇതേ വാപ്പ തന്നെ റീൽസുകളുടെ പിന്നാലെയാണ്, ഇതേ വാപ്പ തന്നെ യൂട്യൂബിൻ്റെ പിന്നാലെയാണ്, ഇതേ വാപ്പ തന്നെ ഫോട്ടോന് പോസ്റ്റ് ചെയ്ത് അതുപോലെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന വാപ്പയാണ് മകനോട് പറയുന്നത്, മോനെ ഞങ്ങനെ ചെയ്യല്ല കേട്ടോ. പിന്നെ എങ്ങനെയാണ് പ്രിയമുള്ളവരെ മക്കൾ അനുസരിക്കുക? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ത്യാഗസമ്പൂർണമായ ഓർമ്മകൾ അയവിറക്കുമ്പോൾ അദ്ദേഹം അള്ളാഹുവിന് പരിപൂർണമായി തന്നെ സമർപ്പിച്ചു. അതുകൊണ്ട് മകന്റെ മറുപടി ഫഅൽ മാ തുഅ്മർ എന്നാണ്. പ്രിയമുള്ളവരെ, രക്ഷിതാക്കളെ, നമ്മൾ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച മില്ലത്തു ഇബ്രാഹിമിലാണോ നമ്മുടെ മക്കൾ നാം പറഞ്ഞത് കേൾക്കുന്നവരായി തീരും? ഈ ചരിത്രത്തിൽ അതിന് പാഠമുണ്ട് പ്രിയമുള്ളവരെ. അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ആ വിഷയത്തിൽ പരീക്ഷിച്ചപ്പോൾ പതറാതെ കത്തിയെടുത്ത് മകന്റെ കഴുത്തിന് വെക്കാൻ ഒരുങ്ങിയപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ബലിമൃഗത്തെ നൽകി അതിനെ ബലിയറുത്താൽ മതി എന്ന് പറയുന്നത്. പ്രിയമുള്ളവർ, ഇതിൽ മറ്റൊരു പാഠം കൂടിയുണ്ട്. നമ്മുടെ ഏതൊരു ദേഹേച്ഛയുണ്ടോ അതിനെയെല്ലാം അള്ളാഹുവിന് വേണ്ടി ബലിയറുക്കുക എന്നതാണ് നമ്മുടെ മേലുള്ള നിർബന്ധ ബാധ്യത. അള്ളാഹുവിന്റെ കൽപ്പന വന്നാൽ പിന്നെ നമ്മുടെ ദേഹേച്ഛകൾ നാം അതിന്റെ കടക്കൽ കത്തിവെക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ദേഹേച്ഛക്കോ നമ്മുടെ ഇഷ്ടത്തിനോ നമ്മുടെ താല്പര്യങ്ങൾക്കോ യാതൊരു പ്രാധാന്യവുമില്ല. മറിച്ച് എൻ്റെ റബ്ബ് പറയുന്നത്, എൻ്റെ മകനെ അറുക്കാനാണെങ്കിലും ഞാൻ അതിന് തയ്യാറാവുക എന്നതാണ്. പ്രിയമുള്ളവരെ, മില്ലത്തു ഇബ്രാഹിം, അതാണ് ത്യാഗസമ്പൂർണമായ ഓർമ്മകൾ അയവിറക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട ഗുണപാഠം. ആ ഓർമ്മകൾ, ആ മഹത്തായ സുന്നത്ത് പിൻപറ്റിക്കൊണ്ടാണ് പ്രിയമുള്ളവരെ ഈ നിസ്കാരം, ഈ ഖുത്ബ, ഈ ഉത്ബോധനം കഴിഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി നാം ബലിയറുക്കും. അള്ളാഹു പറഞ്ഞില്ലേ, ഫസല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നീ നിസ്കരിക്കുകയും അവന് വേണ്ടി ബലിയറുക്കുകയും ചെയ്യുക. പ്രിയമുള്ളവരെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ
ചരിത്രത്തിലുടനീളം ഉയർന്നു നിൽക്കുന്ന തൗഹീദ് അത് അവസാന നിമിഷം വരെ നമുക്ക് കാണാം. അതുകൊണ്ടാണ് ബലിയറുക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടി മാത്രമേ നാം ബലിയറുക്കാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്ത ഒരാളുടെ പേരിലും ഒരാളുടെ നാമം ഉച്ചരിച്ചുകൊണ്ടും ബലിയറുക്കാൻ നമുക്ക് പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബലിയറുത്ത് കാണിച്ചു തന്നു. ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബലി സമർപ്പിച്ചത്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഓരോ മേഖലയിലും, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ത്യാഗസമ്പൂർണമായ ജീവിതത്തിൻ്റെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആദർശം മുറുകെ പിടിച്ച് ജീവിക്കാനാണ് ഈ സന്ദർഭത്തിൽ നാം ഓരോരുത്തരും തീരുമാനമെടുക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ, അതുപോലെയുള്ള പ്രശ്നങ്ങൾ, അതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങുക. പ്രിയമുള്ളവരെ, ജീവിതം ഒന്നേ ഉള്ളൂ, അതടിച്ചു പൊളിക്കാനുള്ളതാണ് എന്ന് പറയുന്ന വിവരദോഷികളായ ആളുകളുടെ ആ വാക്കുകൾക്ക് പിന്നാലെ നമ്മൾ പോവരുത്. മറിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മില്ലത്ത് അഥവാ അള്ളാഹുവിൻ്റെ ദീൻ, അതിൽ ഉറച്ചു നിന്ന് മരണം വരെ അതിലായിക്കൊണ്ട് മരിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്നാമത്തത് തൗഹീദാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും അടിത്തറ അത് തൗഹീദാണ്. അള്ളാഹുവിനല്ലാതെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും മറ്റൊരു ഇലാഹുകളെയും മറ്റൊരാളെയും, അത് പ്രവാചകനാവട്ടെ, മലക്കുകളാവട്ടെ, ജിന്നുകളാവട്ടെ, ഔലിയാക്കന്മാരാവട്ടെ, ആരാവട്ടെ, ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാനോ അവർക്ക് ആരാധനകൾ നൽകാനോ അവർക്ക് വേണ്ടി അവരുടെ മേൽ ഭരമേൽപ്പിക്കാനോ അവരുടെ പേരിൽ ബലിയെറുക്കാനോ നേർച്ച നേരാനോ നമുക്ക് പാടുള്ളതല്ല പ്രിയമുള്ളവരെ. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയായിരിക്കണം. അതാണ് ഇബ്രാഹിമി മില്ലത്ത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹു എന്നെയും എൻ്റെ മക്കളെയും ബിംബങ്ങളെ, വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും നീ അകറ്റി നിർത്തണേ. ഈ പറഞ്ഞ പരീക്ഷണങ്ങളെല്ലാം, അള്ളാഹു നൽകിയ പരീക്ഷണങ്ങളെല്ലാം പൂർത്തീകരിച്ച ഖലീലുല്ലാഹിയുടെ പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ നമ്മൾ കേട്ടത്. എന്നെയും എൻ്റെ മക്കളെയും ബിംബാരാധനയിൽ നിന്ന്, വിഗ്രഹാരാധനയിൽ നിന്ന്, ശിർക്കിൽ നിന്ന് അള്ളാഹുവെ നീ അകറ്റണേ എന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ദുആ ചെയ്യണം അള്ളാഹുവിനോട് മരണം വരെ ദുആ ചെയ്യേണ്ട കാര്യമാണിത്, മുസ്ലിമായിക്കൊണ്ട് നമ്മെ മരിപ്പിക്കാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവസാനിപ്പിക്കുകയാണ്. ഈ സുദിനത്തിൽ, ഈ ബലിപെരുന്നാളിൻ്റെ സുദിനത്തിൽ ഈ പറഞ്ഞ ത്യാഗോജ്വലമായ സ്മരണകൾ അയവിറക്കുമ്പോൾ ആ ചരിത്രത്തിലെ ഗുണപാഠങ്ങൾ അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നടപ്പിലാക്കാനുള്ള ദൃഢനിശ്ചയത്തോടുകൂടി ഇവിടെ നിന്ന് നമ്മൾ ഓരോരുത്തരും ഇറങ്ങിപ്പോവണം എന്നതാണ് എനിക്ക് എന്നോടെന്നതുപോലെ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഈ ബലിപെരുന്നാളിൻ്റെ അതല്ലെങ്കിൽ ഈദിൻ്റെ സുദിനത്തിൽ ചില കാര്യങ്ങൾ, ചില സുന്നത്തുകൾ കൂടി നമുക്ക് നടപ്പിലാക്കാനുണ്ട്. അതിൽപ്പെട്ടതാണ് പ്രധാനപ്പെട്ടത് പരസ്പരം ആശംസകൾ അർപ്പിക്കുക എന്നതാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻക, അഥവാ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും അള്ളാഹു സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. അത് കേവലം ആശംസയല്ല പ്രിയമുള്ളവരെ, മറിച്ചത് ദുആ ആണ്. നമ്മൾ പരസ്പരം ആശംസകൾ അർപ്പിക്കുക. കുടുംബബന്ധം, അതിൻ്റെ കാര്യത്തിൽ വീഴ്ചകൾ വരുത്തരുത്. പ്രത്യേകിച്ച് ഈ ദിവസത്തിൽ എല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുമ്പോൾ മനസ്സിൽ വല്ല കളങ്കവും വല്ല പ്രശ്നങ്ങളും ഒളിഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് തീർത്താനുള്ള സുവർണാവസരമാണിത്. ഒന്ന് സലാം ചെല്ലാൻ, ഒന്ന് കെട്ടിപ്പിടിക്കാൻ, ഒന്ന് ആലിംഗനം ചെയ്യാൻ, ഒന്ന് ആശംസകൾ അർപ്പിക്കാൻ പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ അടുത്താണെങ്കിലും അകലെയാണെങ്കിലും ഇന്നത്തെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യം നാം ശ്രദ്ധിക്കുക. അതുപോലെ പ്രിയമുള്ളവരെ, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകൾക്ക് വേണ്ടി, നമ്മുടെ മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളിൽ നാം അവരെ ഉൾപ്പെടുത്തുക. നമ്മൾ ഇന്ന് അൽഹംദുലില്ലാ നല്ല വസ്ത്രമുണ്ട്, ഭക്ഷണമുണ്ട്, നല്ല അവസ്ഥയിലാണുള്ളത്, നിർഭയത്വത്തിലാണുള്ളത്. അൽഹംദുലില്ലാ, അള്ളാഹു നിലനിർത്തി നൽകുമാറാവട്ടെ. ഇതൊന്നുമില്ലാത്ത പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾ ലോകത്തിൻ്റെ നാനാദിക്കുകളിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുമാറാവട്ടെ. നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെ നമ്മൾ ഉൾപ്പെടുത്തുക. അതുപോലെ പ്രിയമുള്ളവരെ, തക്ബീർ, അതാ ഈദുൽ അദ്ഹ, ബലിപെരുന്നാൾ, അതിന് ശേഷവും നിസ്കാരത്തിന് ശേഷവും അതുപോലെ അയ്യാമുത്ത ശരീഖിൻ്റെ അവസാനത്തെ അസ്ർ വരെ നമുക്ക് തക്ബീർ നിരുപാധികം ചൊല്ലാനുണ്ട്. നിസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലാനുണ്ട്. തക്ബീർ ധ്വനികൾ നമ്മൾ മറക്കരുത്. നേരത്തെ പറഞ്ഞതുപോലെ ഈദ് ആഘോഷമാണ്, പക്ഷേ ആ ആഘോഷം ഇബാദത്താണ്. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന തിന്മകൾ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നതാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ആ കാര്യം നാം ഓർമ്മിക്കുക. തക്ബീർ ധ്വനികളുമായി ഇനിയുള്ള ദിവസവും കഴിഞ്ഞുകൂടാനും പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം സ്ത്രീ സമൂഹത്തോട് നമുക്ക് കാണാം.
യാ മഅ്ശറൻ നിസാ, അല്ലയോ സ്ത്രീ സമൂഹമേ, തസദ്ദഖ്ന, നിങ്ങൾ സ്വതക്ക നൽകുക, നിങ്ങൾ ദാനധർമ്മം നൽകുക. ഫഇന്നി റഅയ്തുകുന്ന അക്സറ അഹ്ലിന്നാർ, നിങ്ങളെയാണ് നരകത്തിൽ ധാരാളമായി എനിക്ക് കാണാൻ സാധിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് അവരോട് സ്വതക്ക നൽകാൻ. കാരണം അതിൻ്റെ പുണ്യം ഒരു ചെറിയ സ്വതക്ക ഉണ്ടെങ്കിലും നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ അവർക്ക് സാധിക്കും എന്ന നിലക്ക് അതുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും കുറവുകളും റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. മരണം വരെ അള്ളാഹു അവൻ്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാനും അതിലായി മരിക്കാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും സന്താനങ്ങളിലും അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പല ആളുകളുമുണ്ട്. അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ ആശ്വാസവും തുറവിയും നൽകി അവരെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബക്കാർക്ക്, ബന്ധുമിത്രാദികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നിർഭയത്വമുള്ള ജീവിതം മരണം വരെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ഷർറിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നാടിനെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. اللهم اغفر لنا وارحمنا. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. تقبل الله منا ومنكم والسلام عليكم ورحمة الله وبركاته.